നമസ്തേ. നവരാത്രിയുടെ 8-ാം ദിനം പ്രാർത്ഥിക്കേണ്ടത് മഹാഗൗരിയെയാണ്. ഈ ദിവസം 9 വയസ്സുള്ള പെൺകുട്ടിയെ ദുർഗയായി പൂജിക്കുന്നു. കുടുംബഭദ്രതയ്ക്കും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം കൂടുവാനും മഹാഗൗരിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ദേവിയുടെ ഏറ്റവും ഉത്തമമായ ഭാവമാണ് മഹാഗൗരി. ഗൗരീ ദേവിയാണ് ജ്ഞാനവും ശാന്തിയും നമുക്ക് നൽകുന്നത്. പർവ്വതപുത്രിയാണ് ഗൗരി. തൂവെള്ള ശോഭയോട് കൂടിയ ദേവിയുടെ ആട ആഭരണങ്ങളും വെളുത്ത നിറമാണ്. ദേവിയുടെ ചതുർഭുജങ്ങളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, ഭരതമുദ്ര എന്നിവയാണുള്ളത്. വെള്ള നിറമുള്ള കാളയാണ് ദേവിയുടെ വാഹനം. മഹാദുർഗാഷ്ടമിയായ ഈ ദിനം വ്രതമനുഷ്ഠിച്ച് ദേവിയെ ഭജിച്ചാൽ സർവ്വപാപമോക്ഷവും ജീവിത ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. രാഗുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. നവരാത്രിയുടെ 8-ാം ദിനമായ ഇന്ന് ഗൗരീ ദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം പറയാം. ഓം നമോ ഭഗവതി മഹാഗൗരി വൃഷാരൂഢേ ശ്രീം ഹ്രീം ക്ലീം ഹും ഫട് സ്വാഹ. ഈ സ്തുതിമന്ത്രം ചൊല്ലാവുന്നതാണ്. പൂജവെപ്പ് സമയം കൂടി പറയാം. ഈ വർഷം പുസ്തക പൂജ 4 ദിവസമുണ്ട്. കേരളത്തിൽ പുസ്തക പൂജ വയ്ക്കുന്നതിനുള്ള സമയം സെപ്റ്റംബർ 29 വൈകിട്ട് 6:12 മുതൽ 7:20 വരെയാണ്. ദുർഗാഷ്ടമി 30/9/2025 ചൊവ്വാഴ്ചയും മഹാനവമി അന്ന് ആയുധപൂജയാണ് 1/10/2025 ബുധനാഴ്ചയും. പൂജയെടുപ്പ് 2/10/2025 വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം, അതായത് വിദ്യാരംഭത്തിന് മുമ്പ്. വിദ്യാരംഭം 2/10/2025 വ്യാഴാഴ്ച വിജയദശമി ദിവസം. വിദ്യാരംഭത്തിന് ക്ഷേത്രത്തിൽ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും രാവിലെ 9:18 വരെ വളരെ നല്ല സമയമാണ്.